അല്ലല്ല, കാരണം സൺഫ്ലവർ ഓയിൽ ആണ് വലിയ മഹത്വവൽക്കരിച്ച ഒരു സാധനമാണ്. നമ്മുടെ നാട്ടിലെ കോക്കനട്ട് ഓയിലിനെ ചവിട്ടി അരച്ച് തേച്ചിട്ട് സൺഫ്ലവർ ഓയിലിനെ ഈ നാട്ടിൽ കൊണ്ടുവന്നാണ് ഇവിടെ. ശരിക്കും ഈ നാട്ടിലുണ്ടായ ദുർമരണങ്ങൾ മുഴുവൻ ഉണ്ടായത് സൺഫ്ലവർ ഓയിലിൽ നിന്നാണ്. നമുക്ക് അതിലേക്ക് അധികം പോകാതിരിക്കുന്നതാണ് കാരണം 1940s ഈ ഓയിൽ ഇൻഡസ്ട്രി പെയിന്റുമായിട്ട് മെർജ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മൾ ചുമലടിക്കുന്ന പെയിന്റിന് ഒരു ഇമൾസിഫയർ പോലെ ആക്ട് ചെയ്തിരുന്നതാണ് ഈ ഓയിൽസ് എല്ലാം. അതിലേക്ക് അവർ വേറൊരു മോളിക്യൂൾ കണ്ടുപിടിച്ചപ്പോൾ ഇവന്മാർക്ക് പണിയില്ലാതായി. ഇതാണ് ഒരു ഹിസ്റ്ററി മനുഷ്യനെ കൊണ്ട്. അപ്പോൾ അവരൊരു സ്റ്റഡി കണ്ടെത്തിയതാണ് സൺഫ്ലവർ ഓയിൽ കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കുറയുന്നു. മതി, ഇത് രണ്ടിനെയും കൂടെ ലിങ്ക് ചെയ്തിട്ട് കൊളസ്ട്രോൾ കുറയ്ക്കുക. കൊളസ്ട്രോൾ കുറച്ചാൽ ഹാർട്ട് ഡിസീസ് വരുന്നില്ല. ഇതാണ് അതിനകത്തേക്ക് ഹിസ്റ്ററി. 1940s തുടങ്ങിയ ഒരു പ്രൊപ്പഗണ്ട. നൗ ഇറ്റ് ഈസ് ഇൻ എ പീക്ക് സ്റ്റേജ്. നമ്മുടെ പാവം കോക്കനട്ട് ഓയിലിനെ ചവിട്ടി ഞാൻ ഏറ്റവും ഇപ്പോൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ഉള്ളവരോട് എല്ലാവരോടും ഞാൻ കഴിക്കാൻ പറയുന്ന ഒരു റെസിപ്പിയുണ്ട്. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്യുക. കോക്കനട്ട് ഓയിൽ 2 ടീസ്പൂൺ. വെർജിൻ കോക്കനട്ട് ഓയിൽ ഒന്നുമില്ല, സാധാ കോക്കനട്ട്. വെർജിൻ ആണെങ്കിൽ ബെസ്റ്റ്. ഇതൊന്നുമില്ല, 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ, ഒരു ആപ്പിൾ സിഡർ വിനീഗർ, അസറ്റിക് ആസിഡ്, ഇത് മൂന്നും ഒരല്പം സോൾട്ട് ഇട്ട് ഡെയിലി നിങ്ങൾ എടുക്കുക. ദിസ് ഈസ് ഗട്ട് റിപ്പയറിങ്. അതൊരു ബേസിക്കാണ്. സോ ഗ്രേറ്റഡ് ക്യാരറ്റ്, 2 ടേബിൾ സ്പൂൺ ഓഫ് കോക്കനട്ട് ഓയിൽ, 1 പിഞ്ച് ഓഫ് സോൾട്ട് എടുക്കണം. ഈ പലപ്പോഴും ഉറക്കമില്ലാത്തവരിൽ ഞാൻ സോൾട്ട് കൊടുത്ത് ഉറക്കിയിട്ടുണ്ട്. ഈ ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാൻ പോകുന്നത് രാത്രി ഇറങ്ങി 2-3 പ്രാവശ്യം നൊക്ചൂറിയ എന്ന് പറയും, 2-3 വട്ടം യൂറിൻ പോകേണ്ടവരിൽ ഇഫ് യു ഗീവ് ഒരു 1/2 ടീസ്പൂൺ ഓഫ് സോൾട്ട്, അവർക്ക് ഈ യാത്ര കുറച്ച് ഉറക്കാൻ പറ്റും. ബിക്കോസ് ഇതൊക്കെയാണ് ബേസിക് സയൻസ്. സോഡിയം ഒരു മസ്റ്റാണ്, അത് യൂട്ടിലൈസ് ചെയ്യണം. ഗ്ലൂക്കോസ് ഒരു മസ്റ്റാണ്, അത് യൂട്ടിലൈസ് ചെയ്യണം. എസ്പെഷ്യലി തൈറോയ്ഡ് പേഷ്യൻസിന് പ്രോട്ടീൻ, ഷുഗർ, സോഡിയം, ഇത് മൂന്നും അവർക്ക് എത്തിയേ പറ്റത്തുള്ളൂ. ഈ അതേപോലെ തന്നെ ഒരു വലിയ മിത്ത് എനിക്ക് തോന്നുന്നു നമ്മുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഏറ്റവും വലിയ മിത്ത്, ഈ സാച്ചുറേറ്റഡ് ഫാറ്റ് എല്ലാം തന്നെ മോശപ്പെട്ട സാധനമാണ്. ബട്ടർ, ഗീ, ഇതൊന്നും തൊടാനേ പാടില്ല. പണ്ട് കാലത്ത് കേട്ടിട്ടുള്ളതാണ് ആൾക്കാരൊക്കെ. ഇന്നും അത് അതേപടി ഫോളോ ചെയ്യുന്നവരുണ്ട്. പക്ഷേ നമ്മളിന്ന് എല്ലാ സയന്റിഫിക് റിസർച്ചുകളും ഇന്ന് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കിട്ടാവുന്ന ലോകത്തെ ഏറ്റവും ബെസ്റ്റ് ഫാറ്റ് എന്ന് പറയുന്നത് A2 ഗീയാണ്. അതായത് നമ്മളെ നാടൻ പശു പുല്ലും വൈക്കോലും കഴിക്കുന്ന പശുക്കളിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന നെയ്യ്, അതിനേക്കാൾ ബെറ്ററായിട്ട് ഒന്നും ഇല്ലാത്ത അവസ്ഥ ഇന്ന്. പക്ഷെ പലർക്കും ഇന്നും അറിയില്ല. ഇപ്പോൾ എനിക്ക് തന്നെ അറിയാവുന്ന എൻ്റെ വളരെ അടുപ്പമുള്ള ഒരാൾ പാർക്കിൻസൺസ് ഡിറ്റക്ട് ചെയ്ത ശേഷം, ഒന്നാമത്തെ കാര്യം അവർക്കറിയില്ല, സാധാരണക്കാർക്ക് അറിയില്ല എന്താണ് പാർക്കിൻസൺസ് ചോദിച്ചാൽ അവർക്കറിയില്ല. അപ്പോൾ എന്നോട് ചോദിച്ചാൽ എന്തെങ്കിലും ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പഠിക്കുകയൊക്കെ ചെയ്യുന്ന ആളല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും തലച്ചോറിനകത്ത് നിറയെ ഈ ന്യൂറോൺസ് ഉണ്ടല്ലോ, അപ്പോൾ ഈ ന്യൂറോൺസിനെയൊക്കെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്ത് വെച്ചോ, ബാക്കിയുള്ള ഡോക്ടർ പറയുന്നത് ചെയ്തു. അതിന് എന്താ ചെയ്യുക? അതിന് ഞാൻ പറഞ്ഞു നെയ്യ് കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ, ഹാർട്ടിനൊക്കെ പ്രശ്നമല്ലേ. ഇപ്പം ഇവർ കഴിച്ചിരിക്കുന്ന ഈ കഴിക്കുന്ന നെയ്യൊക്കെ പോയിട്ട് ഹാർട്ടിൻ്റെ ഒക്കെ ഈ ആർട്ടറിക്കകത്തൊക്കെ പോയിട്ട് അടിഞ്ഞു കൂടുന്ന മറ്റേ ആൾക്കാരെ വിഷ്വലൈസ് ചെയ്യും. നമ്മുടെ ബോഡി ടെമ്പറേച്ചർ നോക്കിയാൽ മതി, 37 ഡിഗ്രി ഒരു ആവറേജ് ബോഡിയുണ്ട്. ഈ ഹീറ്റിൽ ഏത് ഓയിലാണ് ചൂടായിരിക്കുന്നത്, ബ്ലോക്ക് ആയിരിക്കുന്നത്? അത് ബിലോ 20 ഡിഗ്രി സെൽഷ്യസോ 15 ഡിഗ്രി സെൽഷ്യസോ ഒരാളുടെ മനുഷ്യ ശരീരം, അല്ലെങ്കിൽ നെയ്യ് കഴിച്ച ഉടനെ രക്തക്കുഴലിലേക്കല്ലോ. അല്ല, ഞാൻ പറയാണ് അങ്ങനെ ഒരു ഇനി അഥവാ അങ്ങനെ ആണെങ്കിൽ തന്നെ ഞാൻ അങ്ങനെ പറയാം, ഈ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ ഇത് ബോഡിക്കകത്ത് പറഞ്ഞിരിക്കണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കോക്കനട്ട് ഓയിൽ തണുത്തിരിക്കുമ്പോൾ തണുത്ത ക്ലൈമറ്റിൽ ഇറ്റ് ബിക്കം സാച്ചുറേറ്റഡ് എന്ന് പറയും. നമ്മുടെ ബോഡി അങ്ങനല്ല, വി ആർ ഓൾ വാം ബ്ലഡഡ് അല്ലേ. നമ്മുടെ 98 ഡിഗ്രി ആ റേഞ്ചിലാണ് നമ്മുടെ ബോഡി. ആളതിന് ശേഷം ഒരു 3 ടേബിൾ സ്പൂൺ വെർജിൻ കോക്കനട്ട് ഓയിലും ഒരു രാവിലെ എണീറ്റ് വെറും വയറ്റിൽ A2 ഗീയും കഴിച്ചു തുടങ്ങി. ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ എന്നോട് വിളിച്ചു പറഞ്ഞു നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. ഇതെങ്ങനെ വ്യത്യാസം വന്നു? ഞാൻ ലിറ്ററലി സ്പീക്കിംഗ്, കാരണം ഒരു 23 വയസ്സുള്ള ഒരാൾക്ക്, ഒരു 20 വയസ്സുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അയാളുടെ ബ്രെയിനിൽ ന്യൂറൽ സെൽസ്, ന്യൂറൽ DNA, നെർവിൻ്റെ DNA ഏകദേശം ഒരു 20 ഗ്രാംസ് ആയിരിക്കും. ഒരു 20 വയസ്സെങ്കിൽ 23 ഗ്രാംസ് വരെ ന്യൂറൽ DNA വരുന്നുണ്ട് 20 വയസ്സുള്ള ആൾക്ക്. ഒരു 90 വയസ്സുള്ള ആൾക്ക് എത്ര വരും? 20 വയസ്സുള്ള ആൾക്ക് ഒരു 23 ഗ്രാം ന്യൂറൽ DNA ഉണ്ട്. ഒരു 90 വയസ്സുള്ള ആൾക്ക് എത്ര വരും? 37 ഗ്രാം ഉണ്ട്. അതായത് ന്യൂറൽ DNA കൂടുകയാണ്. അത് പ്രിസർവ് ചെയ്യാൻ ഈ സാച്ചുറേറ്റഡ് ഫാറ്റ് സഹായിക്കും.
നേരെ മറിച്ച് അവിടെ നമ്മൾ ഈ കടയിൽ നിന്ന് മേടിക്കുന്ന വറുത്തതോ പഴംപൊരിയോ വടയോ, ഞാൻ പറയുന്ന അതാണ് ഡയബറ്റിക് കെയർ കഴിക്കാതിരിക്കേണ്ടത്. തീർച്ചയായും ഞാൻ അൺസാച്ചുറേറ്റഡ് ഓയിലൊന്നും കഴിക്കുന്നില്ലല്ലോ. നമ്മൾ പഴം ഇവിടെ താൻ ഒരു വട കഴിക്കാറുണ്ട്, ആ വട വല്ലപ്പോഴും കഴിക്കാറുണ്ട്. ഈ കടയിലൊക്കെ അവരുടെ അടുത്ത് പറയാൻ പറ്റില്ല, കാരണം എക്കണോമിക്കൽ ആസ്പെക്ട്സ് അവർ നോക്കുന്നത്. ഈ 1 ലിറ്ററിൻ്റെ വെളിച്ചെണ്ണ ഓയിൽ വെച്ചിട്ടൊന്നും ഒരിക്കലും അവർക്കിത് പറ്റത്തില്ല. സോ ദേ മിക്സ് ഇറ്റ്. കുടുംബശ്രീക്കാർ പോലും ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ പലയിടത്തും ചോദിച്ചു, സൺഫ്ലവറും പാം ഓയിൽ അവർ ആഡ് ചെയ്യും. സോ ഈ സാധനം, ഈ ഗ്ലിസറോൾസ്, ഈ ഫ്രീ ഫാറ്റി ആസിഡ്സ്, ഈ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ്, ഇതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ പ്രധാന കാരണം. നമ്മൾ പറയുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസ് പഞ്ചസാര കഴിച്ചിട്ടാണ്. ഞാൻ എൻ്റെ ഡയബറ്റിക് പേഷ്യൻസിന് രാത്രി ഐസ്ക്രീം കഴിക്കാൻ പറയും. അയ്യോ, അത് പറഞ്ഞേക്കല്ലേ. സീരിയസ് ആയിട്ട്. അല്ല, ഇവിടെ ക്യൂ ആയിരിക്കും നാളെ. ഇവിടെ ഡോക്ടർ ഉണ്ടെന്ന് പറഞ്ഞാൽ ഡയബറ്റിക് പേഷ്യൻസിന് ഐസ്ക്രീം കൊടുക്കും. ഇപ്പൊ കൊക്കക്കോള കുഴിക്കരുതെന്നൊക്കെ പറയും. എനിക്കറിഞ്ഞൂടെ ഈ ബയോഹാക്കിൽ എത്രത്തോളം. ബട്ട് ലിറ്ററലി ഐ ഡു ദീസ് തിങ്സ് ഫോർ മൈ പേഷ്യൻസ്. കാരണം അവർ കാർബോണിക് ആസിഡാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ബോഡിയിൽ കൂടിയാൽ മാത്രമേ ഓക്സിജന് എടുക്കാൻ പറ്റത്തുള്ളൂ. അതാണ് ഈ ഫെൻറ്റൻസ് റിയാക്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിയിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഇൻട്രാ സെല്ലാർ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്ട്രാ സെല്ലർ കാർബൺ ഡൈ ഓക്സൈഡ് കൂട്ടിക്കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബോഡിക്ക് ഓക്സിജൻ എടുക്കാനുള്ള അഫിനിറ്റി വരും. ഓക്സിജൻ അങ്ങനെ ത്രഷ് ചെയ്ത് വരത്തുള്ളൂ. ആ ഓക്സിജൻ അകത്തേക്ക് എൻ്റർ ചെയ്താൽ മാത്രമേ നമ്മൾ കഴിക്കുന്ന ഗ്ലൂക്കോസ് അകത്ത് ചെന്ന ഓക്സിജനും ഗ്ലൂക്കോസും കൂടി ATP ആയിട്ട് വരത്തുള്ളൂ. സോ വി ഹാവ് ടു ഡു ഇൻഫ്ലക്സ്. കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ഡേഞ്ചറാണ്. കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ അങ്ങനെയല്ല. കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ ബോഡിയിൽ കൂടണം. സാച്ചുറേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കൂട്ടുക. അതിനെന്ത് മെത്തേഡെന്ന് കഴിച്ചു. ഇപ്പോൾ കൊക്കക്കോള കുടിച്ചിട്ടാണെങ്കിൽ അങ്ങനെ. ഞാനൊരു ബ്രാൻഡിനെ എൻഡോസ് ചെയ്യാൻ പറയൽ. ലിറ്ററലി സ്പീക്കിംഗ് ഇതാണ് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്യാണ് സയൻസ്. അല്ലാതെ നമ്മൾ ഇച്ചിരി പഞ്ചസാര കഴിച്ചു ഉടൻ തന്നെ ശരീരം തട്ടിപ്പോവും, പഞ്ചസാര കഴിച്ചാൽ ക്യാൻസർ വരും, ദീസ് ആർ ബ്ലഡി മിത്സ് ആക്ച്വലി. അതിനേക്കാളും ഏറ്റവും ഡേഞ്ചറസ് ആണ്. ഡോക്ടർ സുജിത്തിന് ഫാൻ ഫോളോയിങ് ഐസ്ക്രീമിനോട് എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് പോയിട്ട് ഐസ്ക്രീം കൊക്കക്കോള കുടിച്ച് ഇങ്ങോട്ട് വരരുത്. ഇതൊക്കെ കേസ് ടു കേസ് ഓരോ കണ്ടീഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള രീതിയിലാണെങ്കിൽ ഡെഫിനറ്റ്ലി വി വിൽ വർക്ക് ഇറ്റ് ഔട്ട്. കാരണം എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനർജി മാക്സിമം ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ്. അതിൽ എന്ത് മെത്തേഡ്സും നമ്മൾ യൂസ് ചെയ്യാം. അതിന് നമ്മൾ നല്ല കൂട്ടായ്മകൾ, നല്ല പ്രോഗ്രാംസിൽ അനലൈസ് ചെയ്യുക, നല്ല സത്സംഗങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ പോസിറ്റീവ്. ഇത്തരത്തിലുള്ള സാധനങ്ങളിൽ നമ്മുടെ കോൺഷ്യസ് ലെവലിനെ ഇത്തരത്തിലുള്ള സോഷ്യൽ കണക്ടിവിറ്റിയാണ് നമ്മളുടെ ന്യൂറോപ്ലാസ്റ്റിസിറ്റിയുടെ ഏറ്റവും വലിയ ഫണ്ടമെന്റൽ എന്നുള്ള സയന്റിഫിക് സ്റ്റഡീസ് വന്നിട്ടുണ്ട്. ഹ്യൂമൻ ലോഞ്ചിവിറ്റി. കാരണം ഇപ്പം ഈ സർഡീനിയ പോലുള്ള സ്ഥലം, ഇറ്റലിയിലെ സർഡീനിയാണ് ആക്ച്വലി ഇന്നിപ്പോൾ ഏറ്റവും ലൈം ലൈറ്റ് നിൽക്കുന്നത്. ബ്ലൂ സോണിൽ ഏറ്റവും ലൈം ലൈറ്റ് നിൽക്കുന്നത് സർഡീനിയ. 128 ആയിട്ടുണ്ട് അവർ ആവറേജ് ലൈഫ് എക്സ്പെക്ടൻസി. അവിടെ മെയിൻലി അവർ അവലംബിക്കുന്ന 5 കാര്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി ലിവിങ്. ഒരുമിച്ച് വൈകുന്നേരം എല്ലാവരും ഒരുമിച്ച് കൂടുന്നു, ഡാൻസ് ചെയ്യുന്നു, ഒരു വൈൻ കഴിക്കുന്നുണ്ട്. അത് അവരുടെ ഇറ്റാലിയൻ സ്റ്റൈലിനകത്തുള്ളതാണ്. പിന്നെ അതിനകത്ത് നമുക്ക് പറയുമ്പോൾ റെസ്പിറേറ്ററോൾ ഉള്ളതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജസ് ഉണ്ടാവും. പിന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ടത് അവർ ഒരുമിച്ച് കൂടുന്നു, ഒരുമിച്ച് സംസാരിക്കുന്നു, തമാശകൾ പറയുന്നു, ഡാൻസ് ചെയ്യുന്നു. അത് ആ കൂട്ടായ്മ കണ്ടിന്യൂസ് ആണ്. അല്ല സജി സാറ്, നമുക്ക് സാറിന് ഈ റിട്രീറ്റ് പ്രോഗ്രാംസിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ പേഴ്സണലായിട്ട് തന്നെ അവരുടെ ലൈഫ് ഒന്ന് റീവാമ്പ് ചെയ്ത് ഇറ്റ്സ് ലൈക്ക് ആക്ച്വലി അതൊരു 3 ദിവസം കൊണ്ട് അവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഒരു മിറാക്കിൾ. ശരിക്കും ഞാൻ കണ്ടു നമ്മുടെ റിട്രീറ്റുകളൊക്കെ നോക്കിയപ്പോൾ, നമ്മൾ വെൽത്ത് റിട്രീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ റിട്രീറ്റിൽ ബേസിക്കലി ഓഫ് കോഴ്സ് ഈ ബയോ ഹാക്കിംഗ് എക്സ്പീരിയൻസുകളും മെഡിറ്റേഷനും ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും അവർ തമ്മിലുള്ളൊരു കണക്ടിവിറ്റിയും ആ ബോണ്ടിങ്ങും അത് ഉണ്ടാക്കുന്ന ഒരു മേ ബി ആ ഹെൽത്ത് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലായിട്ടാണ് ഞാൻ കണ്ടത്. എല്ലാ വർഷവും അല്ലെങ്കിൽ എല്ലാ വർഷവും റിട്രീറ്റ്സ് ചെയ്യുന്ന ആൾക്കാരിൽ നമ്മൾ കാണാറുള്ള ഒരു സവിശേഷത പറഞ്ഞാൽ അവരുടെ പ്രൊഡക്ടിവിറ്റി മാക്സിമം. ഇറ്റ് ഈസ് ലൈക്ക് ആക്ച്വലി പലപ്പോഴും പലരും ചോദിക്കും വീണ്ടും മരുന്ന് എന്ത് പുതുമയാണ് എന്നുള്ളതിനേക്കാൾ ഉപരി ദേ ഐഡൻറ്റിഫൈ. നമ്മൾ കാണുകയും ഒരു 2-3 ദിവസം കൊണ്ട് അവരുണ്ടാകുന്ന ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് മിറാക്കുലസ്. ലിറ്ററലി സ്പീക്കിംഗ് അവരുടെ പ്രൊഡക്ടിവിറ്റി കൊടുക്കുന്നു, അവരുടെ സ്ട്രെസ് ഫാക്ടേഴ്സ് അവർ ബാലൻസ് ചെയ്യുന്നു, അവരിലുണ്ടാകുന്ന ഫാമിലിയിലുണ്ടാകുന്ന റിലേഷൻ. ഞാൻ അത്ര പറഞ്ഞു, ഞാൻ അന്ന് മുമ്പ് പറഞ്ഞ പോലെ സക്സസ്ഫുൾ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും വലിയ ബിസിനസ് ഉണ്ടാകണമെന്നില്ല. അവരുടെ പേഴ്സണലി അവരുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകുന്ന ആ ഒരു സ്നേഹവും ആ ഒരു ഗ്രാറ്റിഫിക്കേഷൻ, ഫീലിംഗ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, ഇത് റിട്രീറ്റ്സ് മാസീവായിട്ട് സക്സസ്ഫുൾ ആയിട്ട് എത്തിച്ചുകൊണ്ട് വരുന്ന ഒരു പ്രയോഗം. സക്സസിന്റെ ഡെഫിനിഷൻ തന്നെ ഓരോരുത്തരും വേരി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ റിട്രീറ്റ് എന്ന് പറയുമ്പോൾ ആക്ച്വലി പല ആൾക്കാർക്ക് അറിയാത്തൊരു കാര്യമായിരിക്കും. നമ്മൾ ചെയ്യുന്ന റിട്രീറ്റ്സ് എല്ലാം തന്നെ
മേ ബി നമ്മളായിരിക്കും അത്തരത്തിലുള്ള റിട്രീറ്റ്സ് തന്നെ ചെയ്യുന്നത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഇന്ത്യയിൽ. കാരണം അവിടെയാണ് നമ്മൾ ഹെൽത്തിനെയും വെൽത്തിനെയും ഒരുമിച്ച് കൊണ്ടിരുന്നു. ഒരാളുടെ ജീവിതത്തിന്റെ വിജയത്തിൽ അയാളുടെ ഹോർമോണുകൾ എന്ത് റോള് പ്ലേ ചെയ്യുന്നു, ഒരാളുടെ ജീവിതത്തിന്റെ വിജയത്തിൽ അയാളുടെ ന്യൂറോണുകൾ എന്ത് റോള് പ്ലേ ചെയ്യുന്നു എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കുക എന്നുള്ളതിന് ഒരു വലിയ തിരിച്ചറിവാണ്. പലർക്കും അത് അറിയില്ലല്ലോ. ഗട്ട് എന്ത് റോള് പ്ലേ ചെയ്യുന്നു. ഗട്ടിന് ആ കൂടെയുള്ള റോൾ എന്ന് പറയുന്നത് ദഹിപ്പിക്കുക എന്നുള്ള, കഴിക്കുന്നതൊക്കെ ദഹിപ്പിക്കുക എന്ന് മാത്രമല്ല, അതിനേക്കാൾ ഉപരിയായിട്ടുള്ള പല റോളുകളും ഗട്ടിനുണ്ടെന്നുള്ളത് പല ആൾക്കാർ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ റിട്രീറ്റിന് വന്ന ശേഷമാണ് മനസ്സിലാക്കുന്നത്. ബേസിക്കലി നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ എല്ലാ ആൾക്കാരും നമ്മൾ ഇപ്പോൾ ഇടയ്ക്കെന്തോ പറഞ്ഞ പോലെ ഈ അതിവേഗതയിൽ കുതിക്കുന്ന ഒരു ലോകത്തല്ല നമ്മൾ ജീവിക്കുന്നത്. എന്ന് വെച്ചാൽ പേസ് ഭയങ്കരമാണ്. ഇപ്പോൾ ഇന്ന് ഉള്ള ടെക്നോളജി ആയിരിക്കത്തില്ല നാളെ. ഇതൊക്കെ വാങ്ങിച്ചു വയ്ക്കുന്ന ആൾക്കാർ ചിലപ്പോൾ അതെല്ലാം എത്ര ദിവസത്തിനകത്ത് എൻക്യാഷ് ചെയ്തില്ലെങ്കിൽ ഒരുപക്ഷെ അവരെ സംബന്ധിച്ച് ലോസാവും. അത്രയും വേഗതയിലാണ് എല്ലാം മാറുന്നത്. ഈ സ്പീഡിനൊപ്പം നമ്മൾക്ക് മൂവ് ചെയ്യണമെങ്കിൽ നമ്മളുടെ ബ്രെയിനും നമ്മുടെ ബോഡി അതേപോലെ ഒപ്റ്റിമൈസ്ഡ് ആവണം. ആ ഒപ്റ്റിമൈസേഷനാണ് നമ്മൾ റിട്രീറ്റിൽ കൂടെയും ഈ ബയോ ഹാക്കിംഗ് പ്രോസസ്സിൽ കൂടെയും ഈ സെൻറ്ററിൽ കൂടെ ഒക്കെ അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മൾ ശാസ്ത്രീയമായിട്ട് നമ്മളുള്ളൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വി ക്യാൻ സയൻറ്റിഫിക്കലി പ്രൂവ് ഇറ്റ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഒരു സ്ലീപ്പ് പാറ്റേൺ സിംപ്ലി ഒരു ഗാഡ്ജറ്റ് കൊണ്ട് തന്നെ നമുക്ക് അതിനെ അനലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞു ആ സ്ലീപ്പ് ഡിസ്റ്റർബ്ഡ് ആയി. സോ വി ക്യാൻ സീ ഈ സ്ലീപ്പിന് ഒരു വലിയ റോളുണ്ട്. ഏറ്റവും കൂടുതൽ റോൾ അതിനാ. ഞാനത് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ നാളെ തുടങ്ങുന്ന ഇന്ന് വൈകുന്നേരം എന്ന് പറയും. കറക്റ്റാണ് അല്ലേ? കറക്റ്റാണ്. നമ്മുടെ നാളെ എന്നുള്ള ദിവസത്തെ ഡിഫൈൻ ചെയ്യുന്നത് ഇന്നത്തെ രാത്രിത്തെ ഉറക്കമാണ്. ഇന്ന് രാത്രി നശിച്ച മൊത്തം പ്രശ്നമായെങ്കിൽ നാളത്തെ ദിവസം മുഴുവൻ പോയി. മേ ബി നഷ്ടപ്പെടുന്ന ഒരു $multi-million ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. നാളെ ആയിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നെഗോഷിയേഷൻ നടക്കാൻ പോകുന്നു. ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുമ്പിൽ വരാൻ പോകുന്ന നാളെ ആയിരിക്കും. പക്ഷെ ആ സമയത്ത് നമുക്കത് കാണാൻ പറ്റുന്നില്ല. നമ്മുടെ ബ്രെയിൻ ഫോഗാണ്, നമ്മൾ ഉറക്കം കിട്ടാത്തതുകൊണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡിവൈസുകൾ അത് ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നു അത് വേറൊരു വിഷയമായിട്ട് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം ഈ IoT ഡിവൈസസും അതേപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഹെൽത്തി വരുത്തുന്ന മാറ്റം നമ്മളിപ്പോൾ അതിനകത്ത് വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്കറിയാം. പക്ഷെ പൊതുജനങ്ങൾക്ക് ഇപ്പോഴും അറിയാത്തൊരു വിഷയം കൂടിയാണ്. പലപ്പോഴും ഈ സ്ലീപ്പ് പാറ്റേൺ ഡെയിലി മോണിറ്റർ ചെയ്തുകൊണ്ടൊരു അത്യാവശ്യമുള്ളൊരു ഘടകമാണ്.